ഹായ്, നമുക്കിന്ന് ചെമ്മീൻ ഉണ്ടപ്പുട്ട് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചില സ്ഥലങ്ങളിൽ ചെമ്മീൻ കൊഴുക്കട്ട എന്നും പറയും. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു തണ്ട് കറിവേപ്പില, മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് സിമ്മിലോട്ട് ഇടുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1/2 മുറി ചേർത്തത്. ചെറിയ തക്കാളി ആണെങ്കിൽ 1 വരെ ചേർക്കാം. ഇനി തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇവിടെ വലിയ ചെമ്മീനെ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പമുണ്ട് ഒരു ചെമ്മീന്. അപ്പം നിങ്ങൾക്ക് ചെറുതാണ് കിട്ടുന്നതെങ്കിൽ മുറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെമ്മീൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പൊ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവൊക്കെ നോക്കാം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പൊ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫില്ലിങ് തയ്യാറായി. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത പൊടിയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. വെള്ളം തിളച്ച ഉടനെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയാൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുഴച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് തേങ്ങയാണ്. ഞാനിത് മിക്സിയിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ തോരനൊക്കെ ഒന്ന് ചതച്ചെടുക്കും പോലെ. അപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം ഒരേ സൈസായിട്ട് വരും. നമ്മൾ ചിരകി എടുത്താൽ ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അപ്പോൾ ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നാരങ്ങ വലുപ്പത്തിലുള്ള മാവ് എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പരത്താം. സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, ഫില്ലിങ് മാത്രം മാറ്റമേ ഉള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് കൂടി പോകരുത്, എന്നാലും നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ചിലപ്പോൾ മാവ് പൊട്ടി പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് കൈകൊണ്ട് ഉരുട്ടിയെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് തേങ്ങയിൽ ഉരുട്ടിയെടുക്കാം. അപ്പം ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ തടവാതെ വെച്ചാൽ ഈ കൊഴുക്കട്ട പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. ഇനി കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക വെന്തോ എന്ന്. മാവൊന്നും അതിൽ പിടിച്ചു വരുന്നില്ലെങ്കിൽ കൊഴുക്കട്ട വെന്തു, ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണ്ടപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനായിട്ടൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.